അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മരിയൻ വിശേഷണങ്ങളെ സംബന്ധിച്ച് പുതിയ രേഖ വത്തിക്കാൻ പുറത്തിറക്കി. 8 വയസ്സുകാരിയുടെ നാമകരണ നടപടികൾക്ക് റോം തലത്തിൽ തുടക്കം കുറിച്ചു. ആത്മഹത്യാ ചിന്തകളുമായി പോരാടുന്നവർക്കായി പാപ്പയുടെ നവംബർ മാസത്തെ പ്രാർത്ഥന. മാർ ജെയിംസ് പട്ടേലിൽ വെൽത്തങ്ങാടി രൂപതാധ്യക്ഷനായി സ്ഥാനമേറ്റു. മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കണമെന്നും ആവശ്യപ്പെട്ട് സീറോ മലബാർ സഭ നേതൃത്വം പ്രധാനമന്ത്രിക്ക് കത്ത് നൽകി. വാർത്തകൾ വിശദമായി. മരിയൻ വിശേഷണങ്ങളെ സംബന്ധിച്ച് പുതിയ രേഖ വത്തിക്കാൻ പുറത്തിറക്കി. പരിശുദ്ധ അമ്മയ്ക്ക് നൽകി വരുന്ന വിശേഷണങ്ങളെ സംബന്ധിച്ച് വത്തിക്കാൻ ഔദ്യോഗികമായി രേഖ പുറത്തിറക്കി. സഹരക്ഷക, എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നീ വിശേഷണങ്ങൾ മാതാവ് നൽകുന്നത് ഇനി ഒഴിവാക്കണമെന്നാണ് വത്തിക്കാൻ നിർദ്ദേശം. നവംബർ 4-ാം തീയതി വിശ്വാസകാരികൾക്കായുള്ള ഡിക്കാസ്ട്രി പ്രസിദ്ധീകരിച്ച മാറ്റർ പോപ്പുലി ഫിദേലിസ് എന്ന രേഖയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്ട് കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസും മോൺസിഞ്ഞോർ അർമാൻഡോ മത്തേയോയും ചേർന്ന് തയ്യാറാക്കിയ രേഖയ്ക്ക് ലിയോ പാപ്പ അംഗീകാരം നൽകി. 8 വയസ്സുകാരിയുടെ നാമകരണ നടപടികൾക്ക് റോം തലത്തിൽ തുടക്കം കുറിച്ചു. 8 വയസ്സുള്ള ഫ്രഞ്ച് ബാലിക അന്നെ ഗബ്രിയേലെ കാരോയുടെ നാമകരണ നടപടികൾക്ക് റോം തലത്തിൽ തുടക്കം കുറിച്ചു. 2010-ലാണ് ക്യാൻസർ രോഗത്തെ തുടർന്ന് അന്നെ ഗബ്രിയേലെ മരണമടഞ്ഞത്. 4 വർഷം നീണ്ട രൂപതാ നടപടികൾക്കും 50ഓളം സാക്ഷ്യങ്ങളുടെ സമാഹരണത്തിനും ശേഷമാണ് റോം തലത്തിൽ നാമകരണ നടപടികൾക്ക് തുടക്കം കുറിച്ചത്. ഇപ്പോൾ ദേവദാസി പദവിയിലാണ് അന്നെ ഗബ്രിയേലെ ഉള്ളത്. ആത്മഹത്യാ ചിന്തകളുമായി പോരാടുന്നവർക്കായി പാപ്പയുടെ നവംബർ മാസത്തെ പ്രാർത്ഥന. ലിയോ 14-ാം പാപ്പയുടെ നവംബർ മാസത്തെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗം പ്രസിദ്ധീകരിച്ചു. ആത്മഹത്യാ ചിന്തകളുമായി പോരാടുന്നവർക്കായിട്ടാണ് ഈ മാസം പാപ്പ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് പ്രതിവർഷം ഏകദേശം 7,20,000 പേർ ആത്മഹത്യ ചെയ്യുന്നു. ഇത് പ്രതിദിനം 2000-ൽ അല്പം താഴെയാണ്. ആത്മഹത്യകളിൽ പകുതിയിലധികവും 50 വയസ്സിന് മുൻപാണ് സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് 15-നും 29-നും ഇടയിൽ പ്രായമുള്ളവരാണ് കൂടുതലായും ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ ചെയ്യുന്നവരിൽ 73% പേരും താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളിലാണ് താമസിക്കുന്നത്. എങ്കിലും സമ്പന്ന രാജ്യങ്ങളും ഈ അപകട സാധ്യതയിൽ നിന്ന് മുക്തരല്ല. ഉദാഹരണത്തിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിലവിലെ ആത്മഹത്യാ നിരക്കിൽ 2000-ൽ ഉണ്ടായിരുന്നതിനേക്കാൾ 3-1 കൂടുതലാണ്. നമ്മുടെ നാട്ടിലും ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മഹത്യാ ചിന്തകളുമായി പോരാടുന്നവരെ സമർപ്പിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. മാർ ജെയിംസ് പട്ടേലിൽ വെൽത്തങ്ങാടി രൂപതാധ്യക്ഷനായി സ്ഥാനമേറ്റു. വെൽത്തങ്ങാടി രൂപതയുടെ പുതിയ മെത്രാനായി മാർ ജെയിംസ് പട്ടേലിൽ സ്ഥാനമേറ്റു. സ്ഥാനാരോഹണ ചടങ്ങുകളിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികരായിരുന്നു. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി, മാർ ലോറൻസ് മുക്കുഴി എന്നിവർ സഹകാർമ്മികരായിരുന്നു. 41 മെത്രാൻമാർ ചടങ്ങിൽ പങ്കെടുത്തു. പൊതുസമ്മേളനം മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. CBCI പ്രസിഡന്റ് മാർ ആൻഡ്രോസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി അപ്പസ്തോലിക് ന്യൂൻഷോ മോൺസിഞ്ഞോർ ആൻഡ്രിയ ഫ്രാൻസിസിയ പേപ്പൽ സന്ദേശം നൽകി. മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കണമെന്ന് ആവശ്യപ്പെട്ട് സീറോ മലബാർ സഭ നേതൃത്വം പ്രധാനമന്ത്രിക്ക് കത്ത് നൽകി. ലിയോ 14-ാം മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കണമെന്ന് ആവശ്യപ്പെട്ട് സീറോ മലബാർ സഭാ നേതൃത്വം പ്രധാനമന്ത്രിക്ക് കത്ത് കൈമാറി. പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കത്ത് കൈമാറിയത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംബന്ധിച്ചും ചർച്ച നടത്തി. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും ഫരീദാബാദ് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങരയും സീറോ മലബാർ സഭയിലെ മറ്റു ബിഷപ്പുമാരും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. ഇനി കാത്തലിക് അപ്ഡേറ്റ്സ് അടുത്ത ചൊവ്വാഴ്ച. നന്ദി.